എല്ലാവർക്കും ഹാപ്പി വിത്ത് സയൻസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ വലിയൊരു ഗ്യാപ്പ് വന്നിട്ട് എനിക്ക് ഓർക്കിഡിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾക്കറിയാലോ എൻ്റെ ഫോണൊക്കെ കേടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇല്ല, അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. കാരണം അത് വാങ്ങിച്ചത് നിങ്ങൾക്ക് ആ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് വാങ്ങിച്ചത് നിങ്ങൾ അല്ല, കാരണം ഈ ഡെൻഡ്രോബിയ ഓർക്കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളർത്താൻ പറ്റും. ഇത് ഡെൻഡ്രോബിയ അല്ല, ഇത് കാറ്റ്ലിയ വെറൈറ്റീസാണ്. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ ഇത്തിരി വീഡിയോ വൈകി പോയി കൊണ്ട് ഇത്തിരി അതൊരു ഫേഡായി പോയി. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേര് ചോദിച്ചു, എന്ത് ചേച്ചി ഈ വീഡിയോ ചെയ്യുന്നില്ലേ, ഡെൻഡ്രോബിയം വിത്ത് ബഡ് ഇപ്പോൾ അവൈലബിൾ ആയിരുന്നു. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതേ വേണ്ടി ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ കസിൻ സിസ്റ്റർ നഴ്സറിയാണ്. അപ്പോൾ അവിടെ ഡെൻഡ്രോബിയം വിത്ത് ബഡ് 52 വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് ഈ വീഡിയോയിൽ കാണിക്കേണ്ടതായിരിക്കും. ആ വെറൈറ്റീസ് ആ വിത്ത് അവിടെ ഇരിക്കണ ആ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുക. അല്ലാണ്ട് അത് കാണിച്ചിട്ട് വേറെ സെയിൽ ചെയ്യില്ല. അതൊക്കെ അറിയാമല്ലോ. റിപ്പീറ്റേഷൻ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചിലത് 2 ദിവസം കൊണ്ട് വീഴുന്നുണ്ടാവും, ചില ദിവസം 2-3 ഡേയ്സ് കൊണ്ട് വീഴുന്ന ബഡ് ഉണ്ടാവും, ചിലത് 10 ഡേയ്സ് കൊണ്ട് ഉണ്ടാവും. ഇത് ഞാൻ വാങ്ങിച്ചത് ഞാനൊരു 5 months, അതായത് 5 മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചൊരു മിനി ഡെൻഡ്രോബിയം വെറൈറ്റി മിനി കോമ്പാക്റ്റ് ആണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് കെയറിങ് കൊടുത്തപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു 2-3 ബഡ് മഴ കൊണ്ട് പോയിട്ട് അതുകൊണ്ടാണ് നീ കാണിച്ചു തരാൻ ശരിക്കുള്ള ഇത്. അപ്പോൾ 5 മാസം മുമ്പ് ഞാൻ വിത്തൗട്ട് പോട്ടായിട്ട് വാങ്ങിച്ചൊരു പ്ലാന്റാണ്. ഇതിന് വലിയ ബുഷായിട്ടൊന്നും വന്നില്ല. കാരണം ഞാൻ വലിയ കെമിക്കൽ ഫെർട്ടിലൈസറൊന്നും ഇത് കൊടുത്തിട്ടില്ല. ഇനി ഞാൻ ശ്രദ്ധിക്കാൻ പോവാണ്. അപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ട 2 തണ്ടിയിൽ നിന്ന് സ്പൈക്ക് വന്ന് കണ്ട അതേ 3 ഒരു ബഡും 2 ഫ്ലവറും 2 അങ്ങനെ വന്നു. അപ്പം നിങ്ങളൊരു സീഡ്ലിംഗ് കോമ്പോ വാങ്ങിച്ചോ, ചെറിയ സീഡ്ലിംഗ് കോമ്പോ നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കരുത് കൂട്ടുകാരെ. അതേസമയം എൻ്റെ നിന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും സ്പൈക്ക് വന്ന് കണ്ട ഈ വലിയ ബുഷൊന്നും ആവണമെന്നില്ല. കണ്ട ഇത് ഞാനിതുപോലെ 5 മാസം മുമ്പ് വാങ്ങിച്ച ഒരു വിത്തൗട്ട് ബോർഡ് വാങ്ങിച്ചൊരു വെറൈറ്റിയാണ്. കണ്ടത് എന്തൊരു ഭംഗിയാണ്, വലിയ ഫ്ലവറാണ്, നല്ല ഭംഗിയിൽ. ഇതിനെ ഞാൻ എന്താ പറയുക, മഴയും വെയിലും തണവും എല്ലാം അതിജീവിച്ചുണ്ടായ ഒരു ഓർക്കിഡാണ് ഇത്. കണ്ട അപ്പോൾ ഞാൻ ഇതിലൊരാഴ്ച മുമ്പ് ഇതിനെ മാറ്റി വെച്ചു. കാരണം ഇത് ബഡ് ഇപ്പോൾ വീണ്ടും ഞാൻ ഇറക്കി വെച്ചു. കാരണം ഈ ബഡ് നമുക്ക് മഴയില്ലായിരുന്നു ഇവിടെ. ഇപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ 2 കാലാവസ്ഥയുണ്ട്, അതായത് മഴയുണ്ട് വെയിലും ഉണ്ട്, അങ്ങനെയായിട്ട് പോകുന്നു മിക്സായിട്ട്. നിങ്ങളുടെ കാലാവസ്ഥകൾ എങ്ങനെയാണ് പറയുക. പിന്നെ അപ്പോൾ എൻ്റെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 വെറൈറ്റീസ് ഉണ്ട് വിത്ത് ബഡായിട്ട്. വിത്ത് ബഡ്, ചിലത് വിത്ത് സ്പൈക്ക്, ഇങ്ങനെ ജസ്റ്റ് കോല് പോലെ വരുന്നതായിരിക്കും. പിന്നെ വിത്ത് ഫ്ലവർ ആയിട്ടുണ്ട്. 3 സെലക്ഷൻ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനാണ്. ഇത് കാണുന്ന വെറൈറ്റീസ് തന്നെയാണ് ഉണ്ടായിരിക്കുക. പിന്നെ ചിലർക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ഇത് 5 മാസം മുമ്പ് ഞാൻ വാങ്ങിച്ചാണ്. കണ്ട കോല് പോലെയാണല്ലോ, ഇത് ഡെഡ് പ്ലാന്റ് ഒന്നുമല്ല, ഈ കോല് പോലെയെന്ന് പോലും ഉണ്ടാവും. ഇത് എനിക്ക് 5 മാസം മുമ്പ് ഞാൻ വിത്തൗട്ട് പോട്ടായിട്ട് വാങ്ങിച്ചൊരു ഒരു വെറൈറ്റീസാണ്. കണ്ട പക്ഷേ ഈ മഴ കൊണ്ടപ്പോൾ ഒരു ബഡ് ഇതായിപ്പോയി. പക്ഷേ ഈ ഒരു ബഡ് വലുതായിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആ ഒരു ബഡ് വിരിഞ്ഞിട്ട് കാണിക്കുന്നതായിരിക്കും. മനസ്സിലായ? കണ്ട ഈ കോല് പോലെ ഇരുന്നാലും എനിക്കത് എടുക്കാൻ പറ്റില്ല. എൻ്റെ വേറെ പ്ലാന്റ് വലിയ ബിഗ് പ്ലാന്റ് വെറൈറ്റീസ് ആയിരുന്നു കേട്ടോ. അതുമായി ഈ കോലിൽ നിന്ന് വരെ എന്തോ സ്പൈക്ക് വന്ന് ബഡ് വന്ന് ഫ്ലവർ ചെയ്തു. പക്ഷെ അത് പെട്ടെന്ന് ബഡ് വന്നു, പക്ഷെ അത് ഉണങ്ങിപ്പോയി. കാരണം ഭയങ്കര ചൂടില്ലായിരുന്നു. ഇത് വരണ കണ്ട ഇത് പക്ഷേ ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് 2 വീക്സ് മുമ്പ് വാങ്ങിച്ചൊരു വെറൈറ്റീസാണ്. ഇത് 3 ബഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം ഫെഡായി പോയി, ചൂടല്ലായിരുന്നു. അപ്പോൾ അത് പോയി. പക്ഷേ 2 ഇത് വന്ന് വിരിഞ്ഞിട്ട് കാണിച്ചത് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറയുന്ന ഓഫർ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 52 വെറൈറ്റീസ് ഡെൻഡ്രോബിയ ആർക്കും വളർത്താവുന്നതാണ്. മനസ്സിലായി? പിന്നെ എൻ്റെ കെയറിങ്ങിനെ കുറിച്ച് ഞാൻ തുടരെ വീഡിയോ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലവർ. അപ്പോൾ 52 വെറൈറ്റീസ് അവൈലബിൾ ആണ്. വിത്ത് ബഡ് വേണമെങ്കിൽ വിത്ത് ബഡ് അല്ല സ്പൈക്ക്, ജസ്റ്റ് ഇങ്ങനെ സ്പൈക്ക് വരുന്ന പ്ലാന്റുകളുണ്ട്, അത് വേണമെങ്കിൽ അതുണ്ടാവും. വിത്ത് ഫ്ലവർ ഇതൊക്കെയാണ് സൈസ്. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരിക. മനസ്സിലായോ? നിങ്ങൾ ഓർഡർ എന്താണ് തരുന്നത്, ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ഈ പ്ലാന്റ് തന്നെയാണ്, വേറെ പ്ലാന്റ് അല്ല. ഈ പ്ലാന്റ് കാണിച്ചിട്ട് വേറെ പ്ലാന്റ് തരുന്നില്ല. അപ്പോൾ പ്രൈസ് പറയാം. 10 പ്ലാന്റ്സ് കോംബോ വിത്ത് ബഡ് ആണെങ്കിൽ 1 പ്ലാന്റ്സ് 210. അതല്ല 1-2 ഒക്കെ ആണെങ്കിൽ 1 പ്ലാന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് വിത്ത് ബഡ് 230 120 രൂപ. അതല്ല 10 പ്ലാന്റ്സ് വിത്ത് ഫ്ലവർ നോ സെലക്ഷൻ, അതാണ് ഓഫർ. അങ്ങനെയാണെങ്കിൽ 10 പ്ലാന്റ്സ് കോംബോ അടിക്കും വിത്ത് ഫ്ലവറായിട്ട് നോ സെലക്ഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ 10 പ്ലാന്റ്സും 10 പ്ലാന്റ്സും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഡിഫറെൻറ്റ് ഫ്ലവർ ആയിരിക്കും. അത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഞാൻ 1950 rupees പ്ലസ് AC എക്സ്ട്രാ തരുന്നതായിരിക്കും. ഈ ഓഫർ സ്റ്റോക്ക് തീരെ വരുന്നത് മാത്രം കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഡെൻഡ്രോബിയം വാങ്ങിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോ. എൻ്റെ CS കസ്റ്റമേഴ്സ് മാത്രം എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കസിൻ സിസ്റ്ററാണ്, നിങ്ങളെ ചീറ്റൊന്നും ചെയ്യില്ല. ഞാൻ 6 months ആയി തുടങ്ങിയിട്ട്. താങ്ക് യു. ഓൾ ഇന്ത്യ സെയിൽ. താങ്ക് യു.